റഷ്യൻ മനുഷ്യക്കടത്തിൽ തിരുവനന്തപുരം തീരദേശ മേഖലകളിൽ നിന്ന് കൂടുതൽ യുവാക്കൾ അകപ്പെട്ടതായി സൂചന. സാമൂഹിക മാധ്യമങ്ങൾ വഴി ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. യുവാക്കളെ തിരിച്ചെത്തിക്കാൻ ഇന്റർപോളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ നടപടികൾ തുടങ്ങി. MG പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, എങ്ങനെയാണ് കൂടുതൽ യുവാക്കളെ ഈ തട്ടിപ്പുകാർ വലയിലാക്കിയത്? അതോടൊപ്പം തന്നെ അവർ റഷ്യയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന വിവരം നാട്ടിലുള്ളവർക്ക് ഏത് വിധേനയാണ് അവിടുത്തെ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമായത്? അതോടൊപ്പം സർക്കാരിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രതീക്ഷ? ശ്രീലക്ഷ്മി, റഷ്യയിൽ ആകർഷകമായ ശമ്പളം വാഗ്ദാനം ചെയ്താണ് നിരവധി യുവാക്കളെ റഷ്യയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായും സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാജ പരസ്യം ചെയ്തും ഒപ്പം ചില ഏജന്റുകൾ മുഖേനയുമാണ് നിരവധി യുവാക്കൾ റഷ്യയിൽ പോയിരിക്കുന്നത്. ഈ സെക്യൂരിറ്റി ജോലി ഉൾപ്പെടെയുള്ള ജോലികളാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ ഈ റഷ്യയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ യുദ്ധത്തിൽ കൂലിപ്പട്ടാളക്കാരായാണ് ഇവരെ കൊണ്ടുപോയത് എന്ന കാര്യം യുവാക്കളടക്കം അറിയുന്നത്. തിരുവനന്തപുരം തീരദേശ മേഖല കേന്ദ്രീകരിച്ച് വൻ മാഫിയ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം നിലവിലെ അന്വേഷണ ഏജൻസിയായ CBIക്ക് ലഭിച്ചിട്ടുണ്ട്. അഞ്ചുതെങ്ങ് മുതൽ പൂവാർ വരെയുള്ള മേഖലകളിൽ നിന്ന് ഏകദേശം 20ഓളം യുവാക്കൾ നിലവിൽ റഷ്യയിൽ അകപ്പെട്ടു പോയി എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവരെ ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്കും പിന്നീട് ഈ ഷാർജ വഴി നേരിട്ടുമാണ് നിലവിൽ റഷ്യയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഈ 2.5 ലക്ഷം രൂപ വരെ ശമ്പളം വാഗ്ദാനം ചെയ്തായിരുന്നു പ്രധാനമായും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പ് നടത്തിയ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളും നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും തീരദേശ മേഖല കേന്ദ്രീകരിച്ചാണ് ഇത്തരമൊരു സംഘം പ്രവർത്തിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകളൊന്നും തന്നെ ഇല്ലാത്ത യുവാക്കളാണ് പ്രധാനമായും ഇരയായിരിക്കുന്നത്. നിലവിൽ അഞ്ചുതെങ്ങ് സ്വദേശികളായ 3 യുവാക്കൾ റഷ്യയിൽ അകപ്പെട്ടുവെന്ന കാര്യം ഇതിനോടകം തന്നെ കുടുംബം പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇന്നലെ പൂവാറിൽ നിന്നും ഒരാൾ റഷ്യയിൽ അകപ്പെട്ടു പോയി എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കൂടുതൽ യുവാക്കളും നിലവിൽ ഈ റഷ്യയിൽ അകപ്പെട്ടു പോയി എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ഇവർക്ക് കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? ശ്രീലക്ഷ്മി, ഇതിൽ പ്രധാനമായും ചിലർക്ക് മാത്രമാണ് കുടുംബവുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ കുടുംബം ഈ കാര്യങ്ങൾ അറിയുന്നത് പോലും. പക്ഷേ നിലവിൽ ഈ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന പലർക്കും കുടുംബവുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല. ഈ റഷ്യയിൽ എത്തിയാൽ ഉടൻ തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകളടക്കം പിടിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് നേരത്തെ ഇവിടെ കുടുങ്ങി ഈ വീട്ടുകാരുമായി ആശയവിനിമയം നടത്തിയ ഒരു യുവാവ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് നിലവിൽ ഇവർ അനുഭവിക്കുന്നത്. കാരണം ഈ റഷ്യയിൽ എത്തിയ ശേഷം അവർക്ക് ഒരു പ്രത്യേക കരാറിൽ ഇവരെ കൊണ്ട് യും പിന്നീട് ഈ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയുമാണ് പതിവ്. അവിടെ വെച്ച് ആയുധ പരിശീലനം നൽകിയ ശേഷമാണ് യുദ്ധത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇതിൽ പോയിട്ടുള്ള പലർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ എത്ര പേർ അവിടെ റഷ്യയിൽ എത്തിയിട്ടുണ്ട്, മനുഷ്യക്കടത്ത് വഴി റഷ്യയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നിലവിൽ CBIക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്റർപോളുമായി ചേർന്ന് ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ കേന്ദ്ര സർക്കാരും നടത്തുന്നത്. ഈ നിലവിൽ പുറത്തു വന്ന പേരുകളിലെ ആളുകളുടെ ബന്ധുക്കളടക്കം മുഖ്യമന്ത്രിയെയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയെയും അടക്കം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന്മേൽ ചെലുത്തുന്നുണ്ട്. എത്രയും വേഗം ഇവരെ മോചിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും നിലവിൽ അറിയിക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി, MG പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ യുവാക്കൾ ഈ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.